ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് വിജേഷ്. നാച്ചേഴ്സ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ രീതിയിൽ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പച്ചക്കറിയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ ഗുണങ്ങളും പിന്നീട് അതിൻ്റെ ചെറിയ റെസിപ്പിയാണ് നമ്മൾ ഉൾപ്പെടുത്താറ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതല്ല. നമ്മുടെ എല്ലാ ഹാർവെസ്റ്റ് ചെയ്യണതും അത് ദുബായിക്ക് പോകണതും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിക്ക് ഇന്ന് ഞാനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ ഈ പച്ചക്കറി ഇവിടെ നിന്ന് കയറി പോകുന്ന പച്ചക്കറി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഇത് വള്ളിപ്പയർ, നമ്മുടെ വള്ളിപ്പയറിൻ്റെ ഒരുപാട് അണ്ണാൻ കടിച്ചിട്ടേ നമുക്ക് പകുതിയുടെ അടുത്ത് അണ്ണാൻ കടിച്ച് പോവേ. അണ്ണാന് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനുമില്ല. ഇത് വാളങ്ങപ്പയറാണ്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് നമ്മൾ വാളങ്ങപ്പയർ കൃഷി രീതിയിൽ നമ്മൾ ചെയ്യണത് കേട്ടോ. വാളങ്ങപ്പയർ ഇങ്ങനെ കുറ്റി വാളങ്ങ എന്ന് പറയും. സാധാരണ രീതിയിൽ വാളങ്ങ പന്തൽ രൂപത്തിലാണ് പോകുക. നമ്മൾ ഈ വള്ളി ചെറിയ പയറിൻ്റെ ഒക്കെ മാതിരി പന്തലിലാണ് നമ്മൾ. പക്ഷേ ഇത് കുറ്റിയാണ്, കുറ്റി വാളങ്ങയാണ് ഇത്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. കണ്ട അതിൻ്റെ പൂവ് കണ്ട, ഇത് കൊല കുത്തിയാണ്, കൊലയിലുണ്ടാവണം, കൊലയായിട്ടുണ്ടാവണം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം പൊട്ടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ ഈ ഫാമിലെ പച്ചക്കറികളാണ്. പിന്നെ വേറെ ഫാമിലുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാം കയറ്റി നമ്മൾ പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേച്ചിമാർ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിലേക്കുള്ള ലോഡ് കയറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾ എയർപോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാർഗോ ഓൾറെഡി ക്ലിയറായി. കാർഗോ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അത് അതിൻ്റെ 1-2 മണിക്കൂറായി. ക്ലിയറൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ക്ലിയറൻസ് ആണ്. നമ്മുടെ ഫ്ലൈറ്റ് 6:50-നാണ്. അപ്പോൾ അതിൻ്റെ ക്ലിയറൻസ് കഴിഞ്ഞ് ബോർഡിങ് കിട്ടി. അപ്പോൾ നമ്മുടെ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാർഗോ എടുക്കാൻ പോകണത് നമ്മുടെ ഷാർജ എയർപോർട്ടാണ്. ഞാൻ വന്നത് ദുബായ് എയർപോർട്ടിലാണ്. നമ്മുടെ കാർഗോ ഉള്ളത് നമ്മുടെ ഷാർജ എയർപോർട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോകും. അപ്പോൾ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് സാധനങ്ങൾ കാണാം. ഇതാണ് ഷാർജ എയർപോർട്ടിലെ കാർഗോ സെക്ഷൻ. ആടുകളാണിത്. ആട് വന്നേക്കണതാണ്. ഏത് രാജ്യത്തെന്ന് അറിയില്ല. ഇങ്ങനെ ഒരുപാട് ഒരു ദിവസം ഏകദേശം ഇതായത് 50 ഇതിങ്ങനെ കണ്ടെയ്നറിൽ ഇങ്ങനെ വരാറുണ്ട്. നമ്മുടെ കാർഗോ ഇപ്പോഴാണ് ക്ലിയർ ചെയ്ത് കിട്ടിയത്. നമ്മുടെ കാർഗോ ആണ് ഈ വരണത്. ഇപ്പം 7.5 മണിക്കൂറാണ് നമ്മൾ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ പോയത്. ഇനി നമ്മൾ വണ്ടിയിൽ ലോഡ് ചെയ്യണം. ലോഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഷോപ്പിലേക്ക്. ഇതാണ് നമ്മുടെ ഷോപ്പ്. നമ്മുടെ ഷോപ്പിലെത്തി. ഇത് നമ്മുടെ ഷോപ്പ്.
അപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാവരും എത്തി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ സാധനമില്ലേ, പച്ചക്കറി വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സ് വരും. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറി അപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളുടെ ഏകദേശം പകുതി ഇപ്പോഴത്തോളം തീർന്നു ഓൾറെഡി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്ന നമ്മുടെ ഫാമിൽ നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന പച്ചക്കറികളൊക്കെ. കുഴപ്പമില്ല, അത്യാവശ്യം ഫ്രഷ്നെസ് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അവിടെ പൊട്ടിച്ചെടുത്ത ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാണ്ട് വയ്ക്കും. കാരണം ഞാൻ ഏകദേശം ഒരു 7.5 മണിക്കൂർ നമ്മുടെ എയർപോർട്ടിൽ മാത്രം, നമ്മുടെ ഇവിടുത്തെ ഷാർജ എയർപോർട്ടിൽ മാത്രം കിടക്കും. അപ്പോൾ അതിന് വലിയ ഫ്രഷ്നെസ് കുറവുണ്ട്. അപ്പോൾ ചിലതൊക്കെ പാവയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ പഴുത്തു പിടിക്കുന്നുണ്ട് ചിലതൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്, ഇത് ഇന്നലെ കൊടുക്കുന്നതാണ് പച്ചക്കറി എല്ലാം. ഇതൊക്കെ നമുക്ക് വയനാട്ടിൽ നിന്ന് നമുക്ക് വരുന്നതാണ്. ഇതൊക്കെ ഇത് നമ്മുടെ ഫാമിലിയിലുള്ളതാണ്. ബട്ടർനട്ടും വഴുതനയും മത്തങ്ങയും എല്ലാം, ഇഞ്ചിയും ഇതെല്ലാം നമ്മൾ ഇന്നലെ അവിടെ നിന്ന് കയറ്റിയതാണ്. ഇത് നമ്മൾ ഇന്നലെ പൊട്ടിച്ചാണ്, നമ്മൾ കാണിച്ചിട്ടായിരുന്നു. ഇന്നലെ പൊട്ടിച്ചത് നമ്മുടെ ക്ലൗഡ് ബീൻസാണ്, ഈ നിത്യവഴുതലെന്നറിയും. അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പം നമ്മൾ അതായിട്ട്. ഇപ്പം ഇന്നലെ നമ്മൾ ഇത് കണ്ട നമ്മുടെ ഈ ബ്രിഡ്ജ് ബീച്ചിൽ കൊണ്ടത് കുറച്ച് നോക്കി കണ്ട, കുറച്ച് കൂടുതൽ ഒടിഞ്ഞു പോയിട്ട് നമുക്ക് വളരെ പിഞ്ചിലാണ് നമ്മൾ എടുക്കണത്. പക്ഷെ എങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടേ ചെറുതായിട്ട് ചെറിയൊരു അനക്കുണ്ടായാൽ മതി, അപ്പോഴേക്കും അത് ഒടിഞ്ഞു പോകും. പിന്നെ മറ്റുള്ള പച്ചക്കറി അതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബൈ.